ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരു കരാർ തൊഴിലാളി മരിച്ചതിനെ തുടർന്ന് വലിയ തോതിലാണ് കേരളത്തിലെ മാലിന്യ പ്രശ്നം ചർച്ചയായത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരിയിലെ മാലിന്യ പ്രശ്നവും ഇത്തരത്തിലാണ് വലിയ തോതിൽ ചർച്ചയിലേക്ക് നീങ്ങിയത്. ഒരാൾ മരിക്കേണ്ടി വന്നു. കോർപ്പറേഷനും നഗരസഭയ്ക്കും തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യം വലിയ തോതിൽ നീക്കാൻ, അതല്ലെങ്കിൽ മാലിന്യം പൊതു ഇടങ്ങളിലേക്ക് തള്ളുന്നത് തടയാൻ കർശനമായ നടപടികളുമായി വമ്പന്മാർക്കെതിരെ ഒറ്റയാൾ പോരാട്ടം പോലെ നീങ്ങുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നത്തിൽ വമ്പന്മാർക്കെതിരെയാണ് മുഖം നോക്കാതെ നടപടിയെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ നീങ്ങുന്നത്. കക്കൂസ് മാലിന്യം ഓടയിൽ തള്ളിയ വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കടുത്ത നടപടിയുമായാണ് മുന്നോട്ടു പോകുന്നത്. കക്കൂസ് മാലിന്യം ഓടയിൽ തള്ളിയ പോത്തീസ് എന്ന സ്വർണ്ണമഹൽ പൂട്ടിച്ചു. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടതിനെ തുടർന്നാണ് നടപടി. ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചതെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇനിയും വരാനുണ്ട്. പോലീസും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിലെത്തിയാണ് പൂട്ടിച്ചത്. പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നും കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇത് ശരിയാണെന്ന് തെളിഞ്ഞു. പൊതുസ്ഥലത്ത് മാലിന്യമൊഴിക്കുന്ന സ്ഥാപനത്തിനെതിരെ കോർപ്പറേഷൻ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തു. പിന്നാലെയാണ് സ്ഥാപനം പൂട്ടിച്ചത്. പോത്തീസ് സ്വർണ്ണമഹൽ കൂടാതെ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിനെതിരെയും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നടപടിക്ക് നിർദ്ദേശിച്ചിരുന്നു. ആയുർവേദ കോളേജിന് സമീപമുള്ള പോത്തീസ് സ്വർണ്ണമഹൽ എന്ന സ്ഥാപനത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഓടയിലൊഴുക്കുന്ന വീഡിയോയും പരാതിയും വാട്സപ്പിലാണ് ലഭിച്ചത്. ഇതേ തുടർന്ന് ഇതിലെ വസ്തുത പരിശോധന കോർപ്പറേഷൻ അധികൃതർ നേരിട്ട് നടത്തി. ആര്യ ഫേസ്ബുക്കിലും മാലിന്യം തള്ളുന്ന വീഡിയോ പുറത്തുവിട്ടിരുന്നു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യമായി. ഇതോടെയാണ് നടപടിയെടുക്കാൻ മേയർ പോലീസിനോട് ആവശ്യപ്പെട്ടത്. പോത്തീസ് സ്വർണ്ണമഹലിന് പുറമെ ഓടയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയ അട്ടക്കുളങ്ങര രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസിനെതിരെയും FIR രജിസ്റ്റർ ചെയ്ത് കർശന നടപടികൾ സ്വീകരിക്കുവാൻ മേയർ പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട്. രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ മാലിന്യം തള്ളാൻ വന്നവർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ നഗരസഭ കത്ത് നൽകിയിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു. ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധനയിൽ അട്ടക്കുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന രാമേന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് കക്കൂസ് മാലിന്യം KRFBയുടെ ഓടയിലേക്കാണ് ഒഴുക്കിവിടുന്നത് കണ്ടെത്തിയത്. കക്കൂസ് മാലിന്യമടക്കം പൊതുവിടങ്ങളിൽ ഒഴുക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഓടയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നിയമപരമായ എല്ലാ നടപടികളും വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്നും പൊതുവിടങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നതിന് തടയുന്നതിനാണ് ഇത്തരം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതെന്നും ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് പോത്തീസ് സ്വർണ്ണമഹൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയ സംഭവത്തിൽ വീഴ്ച സമ്മതിച്ചിരിക്കുകയാണ് അവസാനം തിരുവനന്തപുരം കോർപ്പറേഷൻ. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് തടയാതിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. യഥാസമയം കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി. തിരുവനന്തപുരം നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെയാണ് സസ്പെൻഡ് ചെയ്തത്. ശുചീകരണ തൊഴിലാളി ജോയിയുടെ ദാരുണ മരണത്തിന് ശേഷം പരിശോധനകൾ ശക്തമാക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് ഒഴുക്കിവിടുന്നത് ഇദ്ദേഹം അറിഞ്ഞിട്ടും നടപടി സ്വീകരിക്കുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തില്ല. പിന്നീട് നഗരസഭാ അധികൃതർക്ക് ലഭിച്ച വാട്സപ്പ് വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം പുറത്തറിയുന്നത്. തുടർന്ന് പോത്തീസ് സ്വർണ്ണമഹൽ കോർപ്പറേഷൻ അടച്ചുപൂട്ടിയിരുന്നു. സെക്രട്ടേറിയറ്റ് സർക്കിളിൽ തന്നെയാണ് ഈ സംഭവം എന്നും മനസ്സിലാക്കണം. സെക്രട്ടേറിയറ്റ് സർക്കിളിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായ K ഗണേഷിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും തടിയൂരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ട ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനം എങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പോലും ആർക്കും അറിവില്ല. കോർപ്പറേഷൻ ഈ കാര്യങ്ങൾ പരിശോധിക്കുമോ എന്നും അറിയില്ല. ഏതായാലും ജോയിയെ പോലെ ഒരാളുടെ ജീവനെടുത്ത ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുഴുവൻ വിഴുങ്ങിയതും മുങ്ങിയതും എല്ലാം ഈ പോത്തീസിൽ നിന്ന് ഒഴുകിയ കക്കൂസ് മാലിന്യത്തിന് ഉള്ളിൽ നിന്നാണെന്ന് ഓർക്കുമ്പോൾ വളരെയേറെ ദുഃഖം തോന്നുന്നു. മനുഷ്യരാണ് ഇതിനുള്ളിലേക്ക് ഇറങ്ങിയത്. പോത്തീസിനെ പോലുള്ള മുതലാളിമാർ കാണുന്ന കാട്ടിക്കൂട്ടുന്ന ഇത്തരം തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന അധികാരികൾക്ക് കനത്ത ശിക്ഷ നൽകേണ്ടതുണ്ട്. ഒരാളെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് പൊതുവിടങ്ങളിലേക്ക് മാലിന്യം ഒഴുക്കുന്നതെന്ന് ഹൈക്കോടതി അടക്കം പറഞ്ഞിരുന്നു. സ്വമേധയാ ഹൈക്കോടതി കേസെടുത്ത നടപടി കൂടിയായിരുന്നു ഇത്. ഇത്തരത്തിലെല്ലാം മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിൽ അധികൃതർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്?
ഏതായാലും ആര്യ രാജേന്ദ്രന് അഭിനന്ദനങ്ങൾ. തുടർന്നും ഈ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ള അഭ്യർത്ഥന മാർത്തനമാണ് ഇപ്പോഴുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ ശക്തമായ നടപടിയിലേക്കാണ് കോർപ്പറേഷൻ നീങ്ങുന്നതെന്ന സന്ദേശമാണ് ആര്യ രാജേന്ദ്രൻ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.